السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മദദ് ഖുർആൻ ക്ലാസ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ പെത്ത വിഷയമായിട്ട് ഞങ്ങൾ മുന്നത്തെ ഖുർആൻ ക്ലാസ്സിൽ വിശദീകരിച്ചു വെച്ചത്. മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ ಗಿಡಾವಡ ಪೆತ್ತತ್ತು ಪೆರಂಬತ್ತುಗು ಪೆರ್ರನೊಂಬಲ ಕಷ್ಟ ಅದರೊಟ್ಟಿಗೂ ആൽമാറെ എന്ന് ചൊല്ലുവാർ. ഇതെല്ലാം മഹാനായ മഹദി മറിയം ബീബി റളിയല്ലാഹു അൻഹക്ക് പേടിച്ച ടൈമ വകുന്തു നസിയം മൻസിയ. ನಾನು മുന്നലേ മരിച്ചു പോയിട്ടെങ്കിൽ നന്റെ ആർക്കും ഗൊന്താവുകയില്ലಂತ നന്റെ ആർക്കും പരിചയിക്കില്ലಂತ എന്നൈമ ചൊന്നു പോയിട്ട്. അപ്പൊ അതായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കി 24-ാമത്തെ ആയത്ത് 25, 26 ആയത്തുകളായിട്ട് ഇതിന്റെ വിശദീകരിക്കപ്പെട്ടത്. ചാനലിക്ക് പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട് മറിയം ബീവി റളിയല്ലാഹുവിന്റെ നെഞ്ഞിൽ ഊതിയപ്പോൾ മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ കറുപ്പും ചെയ്ത് എത്തിത്ത്. ആ ഇൻഷാ അല്ലാഹ് ആയത്തൊന്ന് നമുക്ക് ഓതി അത് വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ്യാ വഹുസ്സി ഇലൈകി ബിജ്ദിൻ നഖ്ലതി തുസാഖിത് അലൈകി റുതബൻ ജനിയ്യാ فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. فناداها മിൻ തഹ്തിഹ. മറിയം ബീവി റളിയല്ലാഹുവിന്റെ കീഴ്ഭാഗത്തിൽ നിന്ന് വിളിച്ചിട്ട് ചെന്നാർ. അല്ലാ തഹ്സനി, നിങ്ങ ദുഃഖിക്കണ്ട. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ്യ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ കീഴ്ഭാഗത്തതാ ഒരു തോട് തന്നി ഒഴുകുന്ന ഒരു തോട് അല്ലാഹു തആല ആക്കിയ. അപ്പൊ മറിയം ബീവിയുടെ വിളിച്ചത് ഈ വിളിച്ചത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആയിട്ട് വിളിച്ചത്. അയിമ പേടിച്ച് ഭയപ്പെട്ട് ആ സമയത്തായിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അയിമടെ സമാധാനിപ്പിക്കല്, അങ്ങനെ വിളിക്കല്. ഫനാദാഹ മിൻ തഹ്തിഹ, കീഴ്ഭാഗത്തിൽ നിന്ന് വിളിച്ചത്. കീഴ്ഭാഗത്തിൽ നിന്ന് വിളിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അല്ല, ഈസാ നബി അലൈഹിസ്സലാം തന്നെ കിടാവ് തന്നെ വിളിച്ചിട്ടും മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചതായിട്ട് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചിട്ട് അല്ല, ഈസാ നബി അലൈഹിസ്സലാം തന്നെ ചെറിയ കിടാവായിട്ടിരിക്കുമ്പോ അതെ പെത്തപ്പ ഈസാ നബി അലൈഹിസ്സലാം തന്നെ വിളിച്ചു ചൊന്നത് അല്ലാ തഹ്സനി, നിങ്ങ ദുഃഖിക്കണ്ട. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ്യ, നിങ്ങളെ കാൽഭാഗത്തിൽ അതാ കീഴ്ഭാഗത്ത് എന്താണ് ഒരു നദി, തോട്, ചെറിയ തോട് അതിങ്ങനെ ഒലുകിപ്പോയിട്ടുണ്ട്. അത് അല്ലാഹു തആല ആക്കി തന്നതാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമോടെ കാലുകൊണ്ട് കുത്തിയിട്ടും അവരൊരു തന്നി പൊട്ടി ഒലുകിയിട്ടും അവിടെ അല്ലാഹു തആല എന്താക്കില്ല, ഒരു നദിയാക്കില്ല. അല്ല, അവിടെ തന്നി അത് ആ തോട് തന്നില്ലത് അതിൽ പിന്നെ തന്നി സുറുവായെ എന്നും വിശദീകരിച്ചതായിട്ട് കാണാം. അപ്പൊ അവിടെ എന്താക്കില്ല അല്ലാഹു തആല ഒരു അത്ഭുത മഹദി അവർക്ക് കാട്ടിക്കൊടുത്തു. വഹുസ്സി ഇലൈകി ബിജ്ദിൻ നഖ്ലതി, ആ ഈത്തപ്പഴത്തെ ജിസ് ചൊല്ലെങ്കിൽ അതിലെ തടി തലപൊട്ടിട്ട് കീലുണ്ടല്ലേ, അത് കെട്ടിട്ട് ജിസ് ചൊല്ലെ അതിനെ പിടിച്ചിട്ട് കുലുക്കും. അത് വടങ്ങിയിട്ടുണ്ട്. തുസാഖിത്ത് അലൈകി റുതബൻ ജനിയ, നല്ല പലുത്ത ഈത്തപ്പഴം നിങ്ങൾക്ക് ഇട്ട് തറും. ആ ഈത്തപ്പഴത്തെ മറത്ത് പിടിച്ച് കുലുക്കും. അപ്പൊ നല്ല പലുത്ത ഈത്തപ്പഴം കൊള്ളും. പിന്നെ ഫകുലി, അതാ ആ ഈത്തപ്പഴത്തെ തിന്നോറും. വഷ്റബി, അവിടെ നദി ഒലുകിത്തല്ലേ അതിലെ തന്നെയും കുടിക്കോറും. വഖർരി ഐന, നിങ്ങൾ എന്താക്കോറും, നീല കൺകുളിർമയാവട്ടെ, നീ നല്ല സന്തോഷിക്കോ, പേടിക്കണ്ട. അപ്പൊ എന്താവും, അതാ നിങ്ങൾക്ക്
സമാധാനം കിട്ടും. മഹദി അവർകൾ പേടിച്ചിട്ട് വെപ്രാളത്തിലായിട്ട് പ്രസവനം ബല പെത്തിട്ട് അപ്പൊ ഈ ഒന്നാമത് ഇവിടെ ആറും ഇല്ല. ഇതെല്ലാം സഹിക്കുമ്പോ മഹദി അവർകൾ ബേജാറായപ്പോ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല സമാധാനിപ്പിച്ച് അതിനെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വിളിച്ചു ചൊന്ന് അവിടെ അത്ഭുതത്തെ കാട്ടിക്കൊടുത്തു. അല്ല കിടാവ് തന്നെ വിളിച്ചു ചൊന്നിട്ടോ, നീയല്ലേ കാലിന്റെ അടിയിൽ അള്ളാഹു നദിരാക്കിത, അതിൽ നിന്ന് തന്നി കുടിക്കോറും ഈത്തപ്പല തിന്നോറും ആ വണങ്ങിയ ഈത്തപ്പല മറത്തിൽ നിന്ന് കുലുക്കിട്ടാകുമ്പോ അതിൽ നിന്ന് എന്തായിട്ട് ഈത്തപ്പലം ഭൂമിക്ക് അതിനെ പെരക്കി തിന്നത്. ഫൈമ തറയുന്ന മിനൽ ബശരി അഹദൻ, ആരെങ്കിലും മനുഷ്യന്മാർ കണ്ടെങ്കിൽ നിങ്ങളുടെ കിടാവ് എവിടെ എന്തിനു കേട്ടെങ്കിൽ ഫഖൂലി നിങ്ങൾ ചൊല്ലറും ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ, ഇന്ന് ഞാൻ എന്താക്കില്ല നോമ്പ് നേർച്ചയാക്കില്ല. അതായത് നോമ്പ് ചെന്നെങ്കിൽ പലക്കറിയാത്തൊരു നോമ്പ്. അതിപ്പോ ഞങ്ങളുടെ ഷറായിലില്ല അണ്ടിന് തന്നെ പലക്ക പറയില്ലായിട്ടൊരു നേർച്ചയാക്കണേ. ആറൊട്ടും പലക്കറിയില്ല. ഫലൻ ഉക്കല്ലിമല്യൗമ ഇൻസിയ, ഇന്ന് ഞാൻ ഒരു മനുഷ്യരട്ടിയും പലക്കറിയില്ല, അങ്ങനെ ഞാൻ നേർച്ചയാക്കില്ലേ, അങ്ങനെ ചൊല്ലോറു. അപ്പൊ മറിയം ബീവി റളിയല്ലാഹു അൻഹ കിടാവ് കേട്ടെങ്കിൽ ഇല്ല പലക്കറിയാക്കില്ല, കിടാവ് കൈക്കാട്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം നമുക്ക് മുന്നത്തെ ആയത്തിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പെത്തപ്പത്തുള്ള ആ സംഭവത്തെ കുറിച്ചായിട്ട് ഇന്നത്തെ ആയത്തിൽ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് നമുക്ക് ഒന്നും കൂടി ഓതി നോക്കാം. ഫനാദാഹ മിൻ തഹ്തിഹാ നീട്ടമുണ്ട്. അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി കീട്ടവുദ്രെ എന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചൊന്നത്. പെണ്ണിടട്ട് ചൊല്ലുമ്പോഴത്തേക്ക് ഹി ആനാമത്ത് ക എന്ന നേരിട്ട് പലക്കരയുമ്പത്ത് ഉപയോഗമാക്കാം. റബ്ബുകി തഹ്തകി സരിയ വഹുസ്സി ഇലൈകി, അവിടെയും നീട്ടണം ചെന്നിട്ട് ഗ്യാരറ്റ് തന്നത്. ബിജിദ്ഇൻ നഖ്ലതി തുസാഖിതു تساقط عليك رطبا جنيا فكلي واشربي. ഫകുലി ഫ എന്ന് ഉച്ചരിക്കരുത്, മുന്നൽ വിശദീകരിച്ച് കീഴ്ത്തെ ചുണ്ടും മേലത്തെ പല്ലട പൊടിക്ക് തക്കണം. ഫകുലി വഷ്റബി വഖർരി ഐനൻ ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി നീട്ടമാണ്. ഇന്നി നൂണ് മണിക്കണം, ശ്രദ്ധ വന്നത്. ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമ. ഫലൻ ലൻ എന്നതിലെ നൂന് ഇൽഹാറാക്കുക, കാരണം പിന്നെ ഹംസ് വന്നത് കൊണ്ട് അതൊക്കെ സുക്കൂൺ കൊടുത്തു. സുക്കൂനുള്ള നൂന് എപ്പോഴും ഇൽഹാറാക്കുക. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. ഒന്നും കൂടി നമുക്ക് ഈ ആയത്ത് ഓതി നോക്കാം. بسم الله الرحمن الرحيم فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്ത് സന്തോഷം നൽകട്ടെ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.